Hi, Namaste, welcome back to my channel Vintrader. NSE മാർക്കറ്റ് ആയിക്കോട്ടെ, MCX ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡർ എല്ലാ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു പ്രോപ്പർ എൻട്രിയും എക്സിറ്റും റിവേഴ്സലും കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, അതായത് ഇപ്പം സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, ട്രെൻഡിങ് മാർക്കറ്റ് ആയിക്കോട്ടെ, കറക്റ്റ് ബ്രേക്ക് ഔട്ട്, അതായത് ബ്രേക്ക് സ്ട്രോങ് ആണോ, നമുക്ക് അത് സ്ട്രോങ് അല്ലയോ, സൈഡ് വേസ് ചാൻസ് കൂടുതൽ, സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത. അപ്പം മറ്റ് ചാർട്ടിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ പോളിക്യാബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ആയിരുന്നു. അത് 2-3 പ്രാവശ്യം അടിച്ച് മാർക്കറ്റ് കയറിയിട്ടുണ്ട് താനും. അപ്പോൾ ഇതുപോലത്തെ ബ്രേക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനുകൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതേപോലെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോഴും വൺ സൈഡ്, ഇപ്പോൾ ഇന്നലെ MCXൻ്റെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആണ്. ഇതുവരെ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ബൈ ഇന്ന് കൺഫേം ആയി കയറി ടോട്ടൽ 500 പോയിന്റോളം കയറി നിൽക്കുവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സിമ്പിളാണ് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സൈഡ് വേസ് മാർക്കറ്റ് പ്രത്യേക കളറിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് MCX ഗോൾഡിൻ്റെ പെർഫോമൻസ് കാണിച്ചിട്ട് ഞാൻ പോളിക്യാബിൻ്റെ കൂടെ കാണിച്ചു തരാം, അതേപോലെ ഫോറക്സിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസിൽ MCXൽ നമുക്ക് ഇന്നലെ നമുക്ക് ബൈ വന്ന ഒരു 7:15 ആ സമയത്ത് നമുക്ക് സിഗ്നൽസിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സിഗ്നൽ വന്ന സമയത്ത് കൺഫേംഡ് അല്ല. കാരണം സിഗ്നൽ വന്ന സമയത്ത് താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റെഡായിരുന്നു, ഗ്രീനിലേക്ക് കൺവേർട്ട് ആയപ്പോൾ ക്യാൻഡിൽ കളർ ഒന്നിച്ച് വന്നപ്പോഴാണ് അവിടെ ട്രേഡ് എടുത്ത് അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടാണ് 500 പോയിന്റോളം കയറി പോയിട്ടുമുണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന എക്സിറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗണ്ട് എഫക്റ്റ്, അതായത് സൗണ്ട് എഫക്റ്റിലൂടെ അലർട്ട് മെസ്സേജ് ഇതുപോലെ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ലേറ്റസ്റ്റ് സിഗ്നൽ എപ്പോഴാണ് വന്നു, അതിൻ്റെ എൻട്രി പോയിന്റ് ഏതാണ്ട് ടാർഗറ്റ് ഏതാണ്ട് മുകളിലും താഴെ കാണിച്ചു തരും. ഇത് കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് ഇവിടെ ഈ ഒരു ലെവൽ, അതായത് മോർണിംഗ് ഇന്ന് ഓപ്പൺ ചെയ്ത ശേഷമാണ് കൺഫർമേഷൻ ലെവലായത്. അവിടുന്ന് ക്യാൻഡിൽ കളറും താഴെ ഒന്നിച്ച് കൺഫേം ആയിട്ടുണ്ട്, മാർക്കറ്റ് കയറി പോയിട്ടുമുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. അതേപോലെ പോളിക്യാബിലും സിഗ്നൽസ് വന്നപ്പോൾ 2 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. രാവിലെ സെല്ലും ഉണ്ട്, ഒരു ബൈയും ഉണ്ട്. പക്ഷെ സെല്ല് കൺഫേം ആയിരുന്നില്ല. കാരണം ഇതിന് മുമ്പത്തെ സെല്ല് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ വന്ന ശേഷം റെഡുമായിട്ട് മാച്ച് വന്നിട്ടില്ല. ഇപ്പം ഇവിടെ മാച്ച് വന്നിട്ടില്ല, അതാണ് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ റെഡ് വന്നെങ്കിലും താഴെ റെഡായെങ്കിലും അവിടെ അടുത്ത ക്യാൻഡിൽ ഓറഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ട്രേഡ് വരത്തില്ല. ഇപ്പോൾ സിഗ്നൽ ഇവിടെ കറക്റ്റ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കാരണം താഴെ ഓൾറെഡി മേലും ഗ്രീനും വന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുമുണ്ട്. അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി, പിന്നെയും പുൾ ബാക്ക് അടിച്ച് പിന്നെയും കയറി 2 പ്രാവശ്യം. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ് തിരിച്ചറിയാൻ റെസിസ്റ്റൻസിൻ്റെ ലെവൽ തന്നെ ധാരാളമാണ്. അവിടുന്ന് നല്ല രീതിയിൽ റിട്ടേൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ മോർണിംഗിൽ ഒന്നും എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് വന്ന ബ്രേക്കിലോട്ടിൽ തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അത് 6070 കയറിപ്പോയതാണ്. 57 ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് 57 അതിലും കൂടുതൽ കയറിപ്പോയി 89 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പുൾ ബാക്ക് അടിച്ചത്. പക്ഷെ അത് നല്ല റിട്ടേൺസ് ആയിരുന്നു. അത് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്തായിരുന്നു, നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റും. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്കാൽപ്പിങ്ങിൻ്റെ, അതായത് M5 ഇതിന് സ്കാൽപ്പിംഗ് ആണ്. 15, 30 30ഒക്കെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ടൈം ഫ്രെയിം. അപ്പോൾ നമുക്ക് ചെറിയ ട്രേഡ് എടുക്കണമെങ്കിൽ സ്കാൽപ്പിംഗ് പിടിക്കാം. ഇന്നത്തെ ബൈസിക്കിൽ ലാസ്റ്റ് വന്ന ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ബൈ ഉണ്ടായിരുന്നു, സെല്ലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന ബൈ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറി പിന്നെ പുൾ ബാക്ക് അടിച്ച് പിന്നെ 2 പ്രാവശ്യം ബ്രേക്ക് ഔട്ട് പോയി. അപ്പോൾ രണ്ടാമത്തെ ട്രേഡിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് റിട്രേസ്മെൻറ്റിൽ നിന്ന് പിടിച്ചത് 3301 ഒറ്റയടിക്ക് കയറിപ്പോയി അപ്രോക്സിമേറ്റ് 23 വരെ കയറിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ റിട്രേസ്മെൻറ്റ് അടിച്ചു. പിന്നെ നമ്മൾ 18 ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്ന അപ്രോക്സിമേറ്റ് 25 വരെയാണ്. അപ്പം നല്ല റിട്ടേൺസ് 2-3 പ്രാവശ്യം ട്രേഡ് എടുക്കാം. നമുക്ക് പെട്ടെന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് സ്കാൽപ്പിംഗ്. അതായത് 5 മിനിറ്റ്സ് വെച്ചാൽ മതി. 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.